എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വരുന്ന പരീക്ഷകളിൽ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം 1865. 1865 പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത്. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? വടക്ക്. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം വടക്ക് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ. അമ്മീറ്ററാണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത്. ജ്ഞാനപീഠത്തിനർഹയായ ആദ്യ വനിത ആശാപൂർണാദേവി. ആശാപൂർണാദേവിയാണ് ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാഹജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക് സമുദ്രമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാഹജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ത്രിപുര. ത്രിപുരയിലാണ് നീർമഹൽ ജല ഉത്സവം നടക്കുന്നത്. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. ഓസിലോസ്കോപ്പാണ് ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം. ഇന്ത്യയിൽ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? കർണാടക. ഇന്ത്യയിൽ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി കർണാടക സംസ്ഥാനത്തിലാണ്. ലോക പരുത്തി ദിനം ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 7. ഒക്ടോബർ 7 ലോക പരുത്തി ദിനമായി ആചരിക്കുന്നത്. ഏത് വൻകരയിലാണ് ഗോബി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ. ഏഷ്യ വൻകരയിലാണ് ഗോബി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. കൽക്കരിയുടെ രൂപീകരണത്തിലെ ആദ്യഘട്ടം പീറ്റ്. പീറ്റാണ് കൽക്കരിയുടെ രൂപീകരണത്തിലെ ആദ്യ ഘട്ടം. ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഭാരതീയൻ CV രാമൻ. CV രാമനാണ് ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഭാരതീയൻ. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല കാർഷിക മേഖല. കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല. രംഗസ്വാമി കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹോക്കി. ഹോക്കി കളിയുമായിട്ടാണ് രംഗസ്വാമി കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസ്. യുറാനസ് എന്ന ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? വ്യാഴം. വ്യാഴത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് കോലാട്ടം. അഹാഡ്സ് ഏത് പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അട്ടപ്പാടി. അട്ടപ്പാടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അഹാഡ്സ്. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയ കാലഘട്ടം നവീന ശിലായുഗം. നവീന ശിലായുഗ കാലഘട്ടത്തിലായിരുന്നു മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയത്. മണി ബിൽ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 109(1). അനുച്ഛേദം 109(1) മണി ബിൽ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം. ഇന്ത്യയിൽ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. കുമരകമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം. ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം. ആനന്ദിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്
കുന്ദൻ. മരുഭൂമികൾ ഉണ്ടാകുന്നത്. ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിലെ കഥാപാത്രമാണ് കുന്ദൻ. ഇന്ത്യയിലെ ആദ്യ ദിനോസർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലെ റയ്യോലിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനോസർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി എന്നതായിരുന്നു തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. അപവർത്തനമാണ് മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ. മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. രാമനമ്പി ആയിരുന്നു കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ശാന്ത സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചനയാണ് മോക്ഷപ്രദീപം. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശമേത്? ഇന്ദിരാകോൾ. ഇന്ദിരാകോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടക. കർണാടകയാണ് പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏത്? കൊല്ലം. കൊല്ലം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനമേത്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത്. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലായിരുന്നു തോൽവിറക് സമരം നടന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടെയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ രചനയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. കോൺ കോശങ്ങളാണ് തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന
ഭരണാധികാരി. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? മെർക്കുറി. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നത്? ആക്സോൺ. ആക്സോൺ ആണ് ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ സർവീസ്? സംസ്കൃതി എക്സ്പ്രസ്. സംസ്കൃതി എക്സ്പ്രസ് ആണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ സർവീസ്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര്? എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ? കെൽവിൻ. കെൽവിൻ സ്കെയിലാണ് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്തത്. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്? ട്രോംബെ. ട്രോംബെയിലാണ് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറുന്ന ആദ്യ രാജ്യം? ബ്രിട്ടൻ. ബ്രിട്ടനാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറുന്ന ആദ്യ രാജ്യം. റെയിൽവേയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ഏകീകൃത നമ്പർ? 139. 139 എന്ന നമ്പറാണ് റെയിൽവേയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ഏകീകൃത നമ്പർ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. വൈറ്റമിൻ ബിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത്? കൊബാൾട്ട്. കൊബാൾട്ടാണ് വൈറ്റമിൻ ബിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം എത്ര ശതമാനം പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ആയിരുന്നത്? 63%. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% പ്രദേശങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ആയിരുന്നത്. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ ഡാഷ് എന്ന് വിളിക്കുന്നു? സ്ഥായി. സ്ഥായി എന്നാണ് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ വിളിക്കുന്നത്. ഭൂമിയുടെ പലായന പ്രവേഗം? 11.2 km/s. 11.2 km/s ആണ് ഭൂമിയുടെ പലായന പ്രവേഗം. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട്? സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് ആണ് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയുടെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയാണ് സന്യാസി കലാപം അടിസ്ഥാനമാക്കിയിട്ടുള്ളത്? ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയാണ് സന്യാസി കലാപം അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം? 6. ഇന്ത്യയിൽ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. മനുഷ്യൻ്റെ ശ്രവണ പരിധി? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, അഥവാ 20 കിലോ ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം? ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയുടെ യൂണിറ്റ്? ഹെർട്സ്. ഹെർട്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ സി. ജീവകം സി ആണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം? 1950. 1950 ഇന്ത്യ റിപ്പബ്ലിക്കായത്. ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ്? ഡെസിബൽ. dB. ഡെസിബലാണ് ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ്. ഉച്ചതയുടെ ഏറ്റവും വലിയ യൂണിറ്റ്? ബെൽ. ബെല്ലാണ് ഉച്ചതയുടെ ഏറ്റവും വലിയ യൂണിറ്റ്. ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം? ശ്രവണ സ്ഥിരത. ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത. മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത? 1/10 സെക്കൻഡ്. 1/10 സെക്കൻഡാണ് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത. ആലുവ ശ്രീനാരായണ സേവിക സമാജത്തിൻ്റെ സ്ഥാപകൻ? സഹോദരൻ അയ്യപ്പൻ.
സഹോദരൻ അയ്യപ്പനാണ് ആലുവ ശ്രീനാരായണ സേവിക സമാജത്തിൻ്റെ സ്ഥാപകൻ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത സുഗതകുമാരി. സുഗതകുമാരിയാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് NN കക്കാട്. NN കക്കാടിനായിരുന്നു ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. ആചാരഭൂഷണത്തിൻ്റെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ആചാരഭൂഷണത്തിൻ്റെ കർത്താവ്. യജമാനൻ എന്ന മാസികയുടെ ഉപജ്ഞാതാവ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് യജമാനൻ എന്ന മാസികയുടെ ഉപജ്ഞാതാവ്. ആദിഭാഷ രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് ആദിഭാഷ. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ KP കേശവമേനോൻ. KP കേശവമേനോനായിരുന്നു മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. പ്ലാസ്മയുടെ 90% ഉള്ള ഘടകം ജലം. ജലമാണ് പ്ലാസ്മയുടെ 90% ഉള്ള ഘടകം. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവ്. കേശവദേവാണ് ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം. പ്രകാശവർഷം എന്നാണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത്. കൊല്ലവർഷം തുടങ്ങിയത് AD 825. AD 825 കൊല്ലവർഷം തുടങ്ങിയത്. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ആംഫോടെറിക്. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേരാണ് ആംഫോടെറിക്. പ്രതിധ്വനി ഉണ്ടാക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം 17.2 മീറ്റർ. 17.2 മീറ്ററാണ് പ്രതിധ്വനി ഉണ്ടാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിൽ. 30,000 ഹെർട്സ് വരെ ഫ്രീക്വൻസിയുള്ള ഗാൾട്ടൺ വിസിലാണ് നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിൽ. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ എന്ന ഉപകരണമാണ് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു? കോഴിക്കോട്. കോഴിക്കോട് നിന്നുമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്ന പേരിലാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ്. ഇന്ത്യയിൽ ദ്രാസിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണ. മിനിറ്റിൽ 130 തവണയാണ് നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക്. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. കൊച്ചിയിലാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകൾ ഐസോഹെയ്റ്റ്സ്. ഐസോഹെയ്റ്റ്സ് ആണ് ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകൾ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്ചർ. ലൂയി പാസ്ചറാണ് പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത്. കേരളത്തിലെ 1ാം നിയമസഭയിലെ പ്രോ ടേം സ്പീക്കർ റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസാണ് കേരളത്തിലെ 1ാം നിയമസഭയിലെ പ്രോ ടേം സ്പീക്കർ. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഋഗ്വേദം.
ഋഗ്വേദമാണ് ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.